ഏതാളിയാ? ഏതാ? ഇതായിരിക്കുന്ന ഹിറ്റ്ലർ. അതാ അതിന്റെ പെണ്ണ് കാണുന്നില്ലല്ലോ. പെണ്ണിപ്പോ വരും. കഴിഞ്ഞ ആഴ്ചയും മുമ്പത്തെ ആഴ്ചയും ഞാനാ കൊടുത്തേ. ഞാനാകെ 2 കൂടെ കൊടുത്തു. അതെ, ഉടുത്ത കണക്കൊന്നും നോക്കണ്ട ഏച്ചി. ഇപ്പൊ അങ്ങ് കൊടുക്ക്. സാരി ചുറ്റി നടക്കുമ്പോ ഓർമ്മ വേണേനു തമിഴ് പൈസ പിടിക്കാൻ വരുന്നു. വേണേ പൈസ കൊടുത്തോ. പൈസ കിട്ടാണ്ട് ആള് പോവൂലേ? കൊടുക്കേ. അതിന് പോകുന്നില്ല, പോണ്ട. ഇവിടെ അടി ഉണ്ടാക്കാൻ നേരല്ലേ? ബസ് അങ്ങ് പോവേ. പ്രായമുള്ള പെൺകുട്ടിയുള്ള പൊരയത് പടയാന്നല്ലോ മോനെ, വെറും പടച്ചിയാണല്ലോ. അത് കുറച്ച് സ്ട്രോങ്. സാർ കാശ്. ശരി, ഈ ആഴ്ചയും കൂടെ ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ കൊടുക്കൂല. എന്റെ കാശ് തരും. എന്നാ എന്റെ പൈസ. ഇതാ സുലു. ഇത് ரொம்ப കമ്മിയമ്മ, കട്ടുപൊടി ആവാത്. കട്ടിപ്പൊടി ആവും. ഇതിന്റെ സാരി മുഴുവനും കരിമ്പലടിച്ചതാ. മുന്താണി മുഴുവനും പൂപ്പണം പിടിച്ചിട്ട്. അപ്പൊ അത് മതി, പോ ഏട്ടാ. ഞാൻ പോയിട്ട് വരാം. അല്ല, ഞാന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാ. എന്താപ്പ പുതിയൊരു സ്നേഹം? 46 കൊല്ലായിട്ട് ഇന്നൊരു ബൈക്കാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരുന്നത്. എന്റെ ഏട്ടാ വാ ഉള്ളരെ. അല്ല, ഞാനും വരും. നീ നടക്കുന്നല്ലേ? നിങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഇതാണ് അളിയ പെണ്ണ്. ഇതാണോ മോനെ പ്രികേഷ്? 4ാം ക്ലാസ് തൊട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിന്റെ ഷുലു. ഉഷാറല്ലേ? ഉഷാറാ, ഉഷാറോട് ഉഷാറാ. അടീനയില്ലേ, ഞാൻ വടകര മുനിസിപ്പാലിറ്റിൻ്റെ അടുത്തുള്ള ഫാൻസി ഷോപ്പ് കാണലുണ്ട്. അതന്നെ. പക്ഷെങ്കിൽ ഇത് സെറ്റാക്കണം. സെറ്റാക്കിയേ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഈ പണി ഞാൻ നിർത്തിക്കൊള്ളണം. പക്ഷെങ്കിൽ ഈ സെറ്റപ്പ് എല്ലാം ഒന്ന് മാറ്റണടാ. ഇങ്ങോട്ട് ലേശം കളറാക്കാം. ലേശം കളറാവല്ല. സുലു, എന്താ പ്രികേഷ്, എന്താ ഇതിന്റെ ഉദ്ദേശം? ഇനി പ്രേം നസീറിനെ പോലെ പാട്ട് പാടുന്നു, ദുൽഖർ സൽമാനെ പോലെ ഡാൻസ് കളിക്കുന്നു, നാട്ടുകാരുടെ മുമ്പിൽ ബോഡി ഷോ നടത്തുന്നു. ഇതൊക്കെ കുറെ പഴയ നമ്പറാണെന്ന് നിനക്ക് തിരിഞ്ഞിക്കില്ലേ? സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടിയേ? അത് പിന്നെ നിനക്കറിയാലോ. നീയും പോരാറിഞ്ഞിരിക്കുന്നു, ഞാനും പോരാറിഞ്ഞിരിക്കുന്നു. എന്റെ പോരയിൽ നിനക്ക് ആടെ 4 അനിയത്തിമാരല്ലേ? ഓരും പോരാറിഞ്ഞിക്കല്ലേ? നീ ഓല 4 ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതല്ല സുലു, എനിക്ക് 4ാം ക്ലാസ് മുതൽ എന്നോടൊരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഇഷ്ടം പെരുത്തു തോന്നിയ ദിവസം ഞാൻ എൻ്റെ കൈ കടിച്ച് പറിച്ച് ഓർക്കുന്നുണ്ടാ. മുത്തപ്പൻകാവിൽ വെള്ളാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ നിന്റെ മേലേക്ക് മൂത്രമൊഴിച്ച് ഓർക്കുന്നില്ലേ? ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ നല്ല കാര്യമാണ് മൃഗേഷേ. മൂത്രം ഒഴിച്ചു വെച്ച കാര്യം ഒരു കൊട്ട പൂവാറ്റം തന്ന പോലെയാന്നല്ലോ നീ പറയുന്നേ. നീ ഇപ്പൊ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നേ? സുലു, ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് എന്നെ കല്യാണം കഴിക്കണം. മൃഗേഷേ, ഞാനും എൻ്റെ അനിയത്തിമാർ ഇത്രയും കാലം കല്യാണം കഴിക്കാറുണ്ട് എന്തിനാണെന്നറിയോ എനിക്ക്? 10ാം ക്ലാസ് തോറ്റോനായാലും സാരില്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കാന്. ഇനിയിപ്പോൾ എനിക്ക് PSCക്ക് ചേരാനൊന്നും പറ്റൂല സുലു. എന്നാ പിന്നെ മോൻ വണ്ടി കിട്ടോ. എനിക്കുള്ള വെള്ളം ഞാൻ എവിടുന്നെങ്കിലും തിളപ്പിച്ചോളാം. വിടൂല ഞാൻ. സുലു, എന്താണ് നീ കാണിച്ചത്? സഹാക്കിയുള്ള പാമ്പുകളും നേരെ നിൽക്കുന്നുണ്ട കൂതറ അടിയാ. സംഗതി ചർച്ചയായിട്ടുണ്ട്. വായന ചേച്ചി നിൽക്കുന്നുണ്ട്.
നിൽക്കണ അത് പോയിട്ട് പിന്നെ വരുന്ന വാളയാ അല്ലയാ എനിക്ക് ധൈര്യക്കുറവ്. എൻ്റെ അടിച്ചെല്ലാം ഇറങ്ങിപ്പോയി. ഞാൻ അടിച്ചു വന്നാലാ അളിയാ, ഈ ലോകത്തിന് ഒരു ഇന്ദ്രനെയും ഒരു ചന്ദ്രനെയും ഈ മൃഗേഷ് പേടിക്കില്ല. അളിയൻ വാ. ഓനോട് ഇപ്പൊ സംസാരിക്കാൻ കൊള്ളൂല. ഞാൻ നാളെ വരാം. മനേജി ഗുഡ് നൈറ്റ്. വീണ്ടും സന്ധിക്ക് വരവാണല്ലോ. ദേഷ്യത്തില ആ അറിയാതെ ആഴ്ചയോടെ എന്റെ ഒരു സ്റ്റോറി പറഞ്ഞേക്കാം. ഇവൻ ഇങ്ങനെയാക്കുന്നു. ആ മാറൂമേ കല്യാണി, ബാക്കി സമയം ന്യൂസ് എത്തിച്ചിട്ടുണ്ടാവല്ലേ? എന്നാലും നിങ്ങൾക്ക് ഇരിക്കേണ്ട ഒരു വണക്കം. മൂക്കറ്റ് മോന്തി വന്നിട്ട് ഇപ്പൊ കിടന്ന് ഓക്കാനിക്കുന്നു. കാരണം അങ്ങോട്ട് പട്ടിണി എന്ന് വെച്ച് പട്ടി ഇറച്ചി തിന്നാനൊക്കോ? പൊട്ടത്തി വായന കിട്ടാൻ വേണം. എൻ്റെ ഓളെപ്പോലെ തന്നെ ആയിഷ, ഞാൻ പോവാടി. ഞാൻ പോവാ. എടാ എൻ്റെ വീടല്ലേ എൻ്റെ വീടാ, വഴി മാറിയാ പോടാ. മൃഗേഷേ, എന്താടാ നീ ഒരു കാര്യം ചെയ്യ്,
ആ വീപ്പക്കുരിയുടെ അടുത്ത് ആലോചനുണ്ട് അടിച്ചു കാണുന്ന എൻ്റെ ആർക്കാണ് അല്ലടാ അവർക്ക് കാര്യമുണ്ട്. വാ. എന്താടാ നേരം എടുക്കണ്ട ബാബു. ആ ശരി പാരാത്രി എൻ്റെ മുണ്ട് തരാ ബാബു വിഷം കഴിച്ചു. ആ ഞാനും കഴിച്ചു. നമ്മളെല്ലാം വർഷങ്ങളായിട്ട് വിഷം കഴിച്ചു. അല്ല ബാബു എലി വിഷം കഴിച്ചു. ആ അത് നല്ല തരിപ്പുണ്ടാവൂല്ലേ. എടാ ചാവാൻ വേണ്ടി കഴിച്ചടാ. വയറ് പുകയുന്നടാ. എടാ പ്രകാശ എന്നെ ആശുപത്രി കൊണ്ടുപോടാ ബാബു. എടാ നീ കാര്യമായിട്ടാ പറഞ്ഞേ? ചതിച്ചല്ലടാ. മോനാ മോനാ ഓടി വാടാ.